ഹലോ ഗൈസ്, വെൽക്കം ടു KBFC ടോക്സ്. അങ്ങനെ ഇനിയൊരു കോച്ചും ഇപ്പോൾ പുറത്തായി. അതെ, മുഹമ്മദാൻ സ്പോർട്ടിംഗ് ക്ലബിൻ്റെ കോച്ചായ ആൻഡ്രൂ ചെന്നിഷോ റിസൈൻസ് ആസ് ഹെഡ് കോച്ച് എന്നുള്ള ഒരു ന്യൂസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാം, ഏതൊരു ടീമും ഐ ലീഗിൽ നിന്ന് ISLക്ക് വന്ന ആ ഒരു സ്ട്രഗിൾ എന്തായാലും അവരുടെ ഫസ്റ്റ് സീസണിൽ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഇത് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമാണോ അതോ കോച്ചിൻ്റെ തീരുമാനമാണോ അറിയില്ല ക്ലബ്ബ് വിടണം എന്നുള്ളത്. നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഈസ്റ്റ് ബംഗാൾ ആയിരുന്നു ആദ്യമായിട്ട് ISLക്ക് വന്ന ഐ ലീഗിൽ നിന്ന്. സോ അവർക്കും ആദ്യത്തെ സീസൺ മാത്രമല്ല, ഇപ്പോഴും അവർ പ്ലേ ഓഫ് ഒന്നും കയറാതാണ് കളിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ ലാസ്റ്റ് സീസണിൽ കയറിയ പഞ്ചാബ്, അവർക്കും ഫസ്റ്റ് സീസൺ ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ ഈ സീസണിൻ്റെ സ്റ്റാർട്ടിങ് ഹാഫിൽ ഒരു ഭയങ്കര ടീമായിരുന്നു പഞ്ചാബ്. പക്ഷേ ഇപ്പോൾ കുറച്ച് അവരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ ഈ ടീം ഇപ്പോഴാണ് ISLക്ക് വന്നിട്ടുള്ളൂ. സോ ഐ തിങ്ക് കോച്ച് വന്നിട്ട് ഇനി കുറച്ച് സമയം കൂടി ക്ലബിൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്യണമായിരുന്നു. സോ ഇത് എന്തായാലും മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമായിരിക്കും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ ഇതാണ് ഇപ്പോഴത്തെ വരുന്ന ന്യൂസ്. പിന്നെ അതേപോലെ നമ്മുടെ ഈസ്റ്റ് ബംഗാളത്തെ പ്ലേയേഴ്സായ ക്ലൈറ്റൺ സെൽവിയും പിന്നെ ഹിജാസി മെഹറും ഇഞ്ചോർഡ് ആൻഡ് റൂൾഡ് ഔട്ട് ഓഫ് ദ സീസൺ എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ഇതിനും ഒഫീഷ്യൽ കൺഫർമേഷൻ ആയിട്ടില്ല. എന്തായാലും നമുക്കറിയാം, ഹിജാസി കാരനാണ് നമുക്ക് സെക്കൻഡ് ഗോൾ അടക്കം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒപ്പം അടിച്ചത് ഹിജാസ് ആണ്. സോ ഇപ്പോൾ ആ പ്ലെയർ റൂൾഡ് ഔട്ട് ഓഫ് ദ സീസണാണ്. ക്ലൈറ്റൺ സെൽവ ഓൾറെഡി നല്ല ഫോമിലല്ല ഈ സീസണിൽ ഉണ്ടായിരുന്നത്. സോ ഹി ആൾസോ റൂൾഡ് ഔട്ട്. എന്തായാലും ചിലപ്പോൾ ഇതായിരിക്കും ക്ലൈറ്റൻ്റെ ലാസ്റ്റ് സീസൺ വിത്ത് ദ ക്ലബ്.